നമ്മുടെ ഈ പ്രത്യേകിച്ച് കുട്ടികൾ നമ്മുടെ കൂട്ടായ്മയിലേക്ക് എത്തുന്നില്ല എന്നൊരു വന്നു. നമ്മുടെ ഈ പരിപാടി, ഈ സെമിനാറിൽ ഒരു അറിയിപ്പാണ് എടുക്കണം. സെമിനാറിൽ ഒരു വിദ്യാർത്ഥിയെ പങ്കെടുപ്പിക്കണമെന്ന് വളരെ ആഗ്രഹിക്കുകയും ഞങ്ങൾ ഗ്രൂപ്പ് ആഗ്രഹിക്കുകയും വളരെ കഷ്ടപ്പെട്ട് തന്നെ ഈ പ്രത്യേകിച്ച് അംബേദ്കർ രാഷ്ട്രീയ കൈകാര്യം കക്ഷികളുടെ സഹായത്താൽ ഒരു ഗവേഷക വിദ്യാർത്ഥിയെ ഇവിടെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചത്. ഇന്നലെ രാത്രി വിളിച്ചു, ഇന്ന് രാവിലെയും വിളിച്ചു, വരാമെന്ന് പറഞ്ഞു. ഇതുവരെ വന്നിട്ടില്ല. ഫോൺ വിളിച്ചപ്പോൾ എടുക്കുന്നില്ല. നമുക്കൊരു സംഘാടകർക്കുണ്ട് അത് ബുദ്ധിമുട്ട് ആലോചിച്ചോക്കെ, മനസ്സിലായില്ലേ? അദ്ദേഹം MG കോളേജിലെ ഗവേഷകനാണ്. അദ്ദേഹത്തിന്റെ പേര് രാഹുൽ PR. അദ്ദേഹം എടുക്കാവുന്ന വിഷയം മനുസ്മൃതി കത്തിച്ചതിലൂടെ അംബേദ്കർ മുന്നോട്ട് വെച്ച മൂല്യങ്ങൾ എന്നാണ്. എന്തെങ്കിലും അപകടകരമായ അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. പക്ഷേ ഒരു സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിലയുണ്ടല്ലോ. അപ്പോൾ ഉടനെ ഒന്ന് വിളിച്ചു പറയുക എന്ന സാധനം കഴിയില്ല. അതിൽ ദുഃഖമുണ്ട്, പ്രതിഷേധമുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു നമുക്ക് ഇന്നത്തെ അവതരിപ്പിക്കാം. ഇന്നത്തെ പ്രഭാഷണത്തിൽ പ്രത്യേകമുള്ളത് സജീവൻ അന്തിക്കാടിനെയാണ്. അദ്ദേഹം യുവാൻ ഹരാരിയുടെ സാപ്പിയൻസ് എന്ന പുസ്തകത്തെ ഗവേഷണപരമായി പഠിക്കുകയും അതിൻ്റെ പ്രഭാഷണങ്ങൾ ചാനൽ 13.8 100 എപ്പിസോഡോളം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഈ ആഴ്ച ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. സാപ്പിയൻസ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതിനോട് ബന്ധപ്പെട്ടാണ് പ്രഭാഷണം സംഭവിച്ചത്. പക്ഷെ അദ്ദേഹം ഒരു യാത്രയിലാണ്, ആളിൻ്റെ യാത്രയിലായിരുന്നു. ഇന്നലെ എത്തേണ്ടതാണ്. ഇന്നലെ ഇവിടെ ട്രിവാൻഡ്രത്ത് എത്താനാണ് സംഭവിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഈ വിമാന സർവീസുകളുടെ സാങ്കേതിക പ്രശ്നം കൊണ്ട് പുള്ളി അഹമ്മദാബാദിൽ കുടുങ്ങിപ്പോയി. അത് നമുക്ക് ഒരു പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. അതിലും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കിപ്പം ഇവിടെ സംസാരിക്കാൻ നമ്മുടെ പ്രത്യേകിച്ച് അംബേദ്കർ രാഷ്ട്രീയം കേരളീയ സമൂഹത്തിൽ നല്ലവണ്ണം പറയുകയും എഴുതുകയും ചെയ്ത രാജേഷ് K. എരുമേലിയുണ്ട്. അദ്ദേഹം സംസാരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അത് സന്തോഷമുണ്ട്. എനിക്കൊന്ന് കേരളത്തിലെ അംബേദ്കറെ കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയത് രാജേഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയാണ്. രാജേഷ് K. എരുമേലി അദ്ദേഹം കോളേജ് അധ്യാപകനാണ്. അദ്ദേഹം നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നു. ഈ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഈ സംസാരിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ നോട്ടോ അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിന് ആവശ്യമായ മെറ്റീരിയലോ കൊണ്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. എങ്കിലും 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ച് നിർത്താം. ഇവിടെ നടന്ന പ്രഭാഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് 2 അക്കാഡമിക്കായിട്ടുള്ള പ്രഭാഷണങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒന്ന് ഭരണഘടനയുടെ നൈതികതയെ സംബന്ധിച്ച്. അത് വളരെ അക്കാഡമിക്കായിട്ടൊരു പ്രഭാഷണമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ സമീപിക്കേണ്ടതായിട്ടുമുണ്ട്. 2ാമത്തെ പ്രഭാഷണവും ഹിന്ദുത്വ ഐഡിയോളജി എങ്ങനെയാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടതെന്നും അതിൻ്റെ ചരിത്രവും വർത്തമാനവും ഒക്കെ അവതരിപ്പിക്കുന്നൊരു പ്രഭാഷണമായിരുന്നു. അത് മുമ്പ് തന്നെ ആമുഖമായി സുഹൃത്ത് സംസാരിക്കുകയും ചെയ്തു. ഇതിനെല്ലാം മുൻനിർത്തിക്കൊണ്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്നാമതായി, ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, സമകാലികമായ ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അംബേദ്കറെ കുറിച്ച് പറയുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന വലിയൊരു ചർച്ച, ഹോർത്തൂസ് എന്ന് പറയുന്ന മനോരമയുടെ പരിപാടിയിൽ അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്നുള്ളൊരു ഡിസ്കഷനിൽ തികച്ചും ഹിന്ദുത്വവാദത്തിൻ്റെ അജണ്ടകളെ മുൻനിർത്തിക്കൊണ്ട് ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ശ്രീജിത്ത് പണിക്കർ നടത്തിയ ചില നിരീക്ഷണങ്ങൾ ആണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അംബേദ്കറെ മുൻനിർത്തിക്കൊണ്ട് അടുത്ത ദിവസങ്ങളിലായി നടക്കുന്ന ചർച്ച. അതിൽ പാനലിസ്റ്റുകളായിട്ട് പങ്കെടുത്തവർ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ തോറ്റുപോയെന്നും ഇദ്ദേഹം വിജയിച്ചുവെന്നും എന്നാൽ കൃത്യമായ മറുപടി നൽകി എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള സംവാദമാണ് നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും.
ഒരു മല്ലയുദ്ധം നടന്ന പോലെയാണ്. മല്ലയുദ്ധത്തിൽ ഒരാളെ തോൽപ്പിച്ചു എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ചർച്ചകൾ നടക്കുന്നത്. സത്യത്തിൽ സംവാദങ്ങൾ ഇല്ലാതാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നാരായണ ഗുരു പറഞ്ഞ് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് വന്നത്, അല്ലെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് അദ്വൈതാശ്രമത്തിലെ മതസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഞാൻ ആ അർത്ഥത്തിലാണ് ഈ സംവാദങ്ങളെ കാണുന്നത്. അവിടെ നടത്തിയ സംവാദത്തെയും ആ അർത്ഥത്തിലാണ് കാണുന്നത്. അപ്പോൾ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇവിടെ നമ്മൾ നടത്തുന്നതും അതുതന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാളുടെ ജയമോ തോൽവിയോ എന്നതിനപ്പുറത്ത് അംബേദ്കർ എന്ന് പറയുന്ന ചിന്തകനെ, അല്ല ഒരു ആക്ടിവിസ്റ്റിനെ, ഞാൻ രണ്ട് രീതിയിലാണ് അംബേദ്കറെ കാണുന്നത്. ഒന്ന്, അംബേദ്കർ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ, ലോകം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകം അംഗീകരിക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ ആയിരിക്കുമ്പോഴും അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ് കൂടെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പോയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അംബേദ്കറുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം, ഇന്ത്യൻ സമകാലിക രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് ഒന്ന് രണ്ട് പോയിന്റ്സ് കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. 1925 ലോകത്ത് രണ്ട് പ്രത്യേകതകളുണ്ട്. നിരവധി പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ അംബേദ്കറെ ചർച്ച ചെയ്യുമ്പോൾ രണ്ട് പ്രത്യേകതകൾ അതിനകത്ത് കാണാൻ സാധിക്കും. അതിലൊന്ന്, ഹിറ്റ്ലറെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷണങ്ങൾ ആവശ്യമില്ല. ഹിറ്റ്ലറുടെ മെയിൻ കാഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അത് പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ ബുക്കാണ്. ആത്മകഥ 1925 പബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ ഒന്നാം വാല്യം 1925 അദ്ദേഹം ജയിലിൽ കിടന്നെറിയ പുസ്തകമാണ്. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് 1925 തന്നെയാണ് ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിന് ഒരു ഫാസിസ്റ്റ് ഐഡിയയെ രൂപപ്പെടുത്തുന്ന ഒരു സംഘടനയുടെ രൂപീകരണവും നടന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം. അതായത് RSSൻ്റെ. അപ്പം ഈ മെയിൻ കാഫിൻ്റെ രചനയും RSSൻ്റെ രൂപീകരണവും ഒരേ വർഷത്തിലാണ് സംഭവിക്കുന്നത്. ഒപ്പം ഈ പ്രത്യയശാസ്ത്രം, RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന രേഖയായിട്ടുള്ള വിചാരധാര എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതിയിട്ട് ഏതാണ്ട് 59 വർഷം പൂർത്തിയായി 60-ാം വർഷത്തിലേക്ക് ഇങ്ങനെ കടക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, എന്തിനാണ് ഇതൊക്കെ തമ്മിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകാം. പക്ഷേ ഇതൊക്കെ തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധം എന്ന് പറയുന്നത്, ഇപ്പോൾ മെയിൻ കാഫ് എന്ന് പറയുന്നൊരു പുസ്തകം ഹിറ്റ്ലറുടെ ഒരു രാഷ്ട്രസങ്കല്പത്തെ അല്ലെങ്കിൽ ഒരു ദേശീയതാ സങ്കല്പത്തെ മുന്നോട്ട് വെക്കുന്നൊരു വലിയ പുസ്തകമാണ്. ഇതേ ഐഡിയോളജിക്കൽ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയിൽ RSS തങ്ങളുടെ രാഷ്ട്രസങ്കല്പവും ദേശീയതാ സങ്കല്പവും ഒക്കെ രൂപപ്പെടുത്തുന്നത്. ഹിറ്റ്ലറെ സംബന്ധിച്ച് ആര്യൻ ശുദ്ധി സങ്കല്പത്തെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതെങ്കിൽ RSSൻ്റെയും അല്ലെങ്കിൽ വിചാരധാരയിലൂടെ രൂപീകരിക്കപ്പെട്ട പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അതും ശുദ്ധിയാണ്. ആരുടെ ശുദ്ധി? ബ്രാഹ്മണിക്കൽ ശുദ്ധിവാദം. അപ്പം അവിടെയാണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ശ്രേണീകൃതം, അംബേദ്കറൊക്കെ പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥ വെറുതെ നിലനിൽക്കുന്ന ഒന്നല്ല. ഈ ബ്രാഹ്മണിക്കലായിട്ടുള്ള ശുദ്ധിവാദത്തിൻ്റെ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഐഡിയോളജിക്കൽ ഫ്രെയിം വർക്കിൽ രൂപപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, ഹിന്ദുത്വത്തിലേക്ക് അത് വളരുന്നതിൻ്റെ ചരിത്രഘട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ശ്രേണീകൃതമായി രൂപപ്പെട്ട ഈ ജാതി വ്യവസ്ഥ, പക്ഷേ മെയിൻ കാഫിൽ പറയുന്ന അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ, ഹിറ്റ്ലർ എഴുതിയ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ഈ ഇന്ത്യൻ പശ്ചാത്തലമില്ല. പക്ഷേ അവിടെ ശുദ്ധിവാദമുണ്ട്. ആര്യൻ ശുദ്ധിവാദം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഇവിടെയാണെങ്കിൽ ബ്രാഹ്മണിക്കൽ ശുദ്ധിവാദം മുന്നോട്ട് വെക്കുന്നു. ദേശീയതാ സങ്കല്പത്തിലും ഇത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതെന്നുള്ളൂ. ഇതാണ് ഈ 100 വർഷം തമ്മിലുള്ള അല്ലെങ്കിൽ ഈ പുസ്തകങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥ എങ്ങനെയാണ് രൂപപ്പെട്ടത്, ഏത് ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ് രൂപപ്പെട്ടത് എന്നുള്ളത് കൃത്യമായി അംബേദ്കർ കണ്ടെത്തുന്നു. അതാണ് ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിനർത്ഥം ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ മേധാവിത്വത്തിൻ്റെ ഭരണകൂട അധികാര കേന്ദ്രമായി നിൽക്കുന്ന ഒരു പാർട്ടി BJPയും അതിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറയായി നിൽക്കുന്ന RSS പോലുള്ള സംഘപരിവാറും ചേരുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തിലാണ് നമ്മൾ ഇന്ന് സമകാലികമായി അംബേദ്കറെ ചർച്ച ചെയ്യുന്നത്. ഇനി നാളെ BJP പോലുള്ളൊരു പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തു പോയാലും
ഈ പറയുന്ന ബ്രാഹ്മണിക്കലായിട്ടുള്ള ഐഡിയോളജിക്ക് യാതൊരു ഓട്ടവും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം അത് നിലനിർത്തിയിരിക്കുന്നത് ഒരു സാംസ്കാരിക, അത് കൾച്ചറൽ ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. സാംസ്കാരിക മേൽക്കോയ്മയിലാണ് അതിൻ്റെ ഐഡിയോളജി അത് നിലനിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ BJP അധികാരത്തിൽ നിന്ന് പോയേക്കാം, പക്ഷേ സാംസ്കാരിക മേൽക്കോയ്മ നിലനിർത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ഐഡിയോളജി. ആ ഐഡിയോളജി പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ജാതി മേൽക്കോയ്മ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഏറ്റവും മൂർത്തമായി അംബേദ്കർ നടത്തിയിട്ടുള്ള പല വിമർശനങ്ങളും ശരിയായിരിക്കെ തന്നെ, ഇപ്പം മറ്റിതര മതങ്ങളെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ശരിയായിരിക്കെ തന്നെ, ഇന്ത്യയുടെ സവിശേഷമായ സാഹചര്യത്തിൽ അംബേദ്കറെ ഇന്ന് നമ്മൾ വായിക്കേണ്ടത് കൃത്യമായും ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ബ്രാഹ്മണിക്കലായിട്ടുള്ള ഐഡിയോളജിക്കെതിരായി നടത്തിയിട്ടുള്ള രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ്. യാതൊരു സംശയ കാര്യത്തിലില്ല. മറ്റൊരു മേൽക്കോയ്മ ഇവിടെ നിലനിൽക്കുന്നില്ല. അങ്ങനെ നിലനിൽക്കുന്നൊരു സന്ദർഭത്തിൽ നമ്മൾ അതിനെ ചർച്ചയ്ക്കെടുക്കുക. അതിനർത്ഥം അംബേദ്കറെ നടത്തിയിട്ടുള്ള ഒരു വായനയും വായിക്കേണ്ട എന്നല്ല. പക്ഷേ ഇന്ത്യയുടെ സവിശേഷ പശ്ചാത്തലത്തിൽ ഇന്ന് അംബേദ്കറെ നമ്മൾ വായിക്കേണ്ടത് ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആയിരിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അംബേദ്കർ എഴുതിയിട്ടുള്ളത് ഇന്ത്യയിലെ ഈ പറയുന്ന ബ്രാഹ്മണിക്കലായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ടാണ്. എങ്ങനെയാണ് ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ രൂപപ്പെട്ടത്, എങ്ങനെയാണ് ആ ജാതി വ്യവസ്ഥയെ നമ്മൾ എതിർക്കപ്പെടേണ്ടത്, ഇതെല്ലാം കൃത്യമായി അദ്ദേഹം ഈ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അംബേദ്കറുടെ ആശയം രൂപപ്പെടുന്നത് കേവലമായ നമ്മൾ നേരത്തെ പറഞ്ഞ പാശ്ചാത്യ ചിന്തയുടെ ഭാഗമായി മാത്രമല്ല. അംബേദ്കറുടെ ആശയം രൂപപ്പെടുന്നത് അതിനൊക്കെ അപ്പുറത്ത് ഇന്ത്യയിൽ അതിൻ്റെ ഒരു ചരിത്രം, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും ഇന്ത്യൻ ദർശനങ്ങളെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തിയാൽ ഇന്ത്യൻ ദർശനങ്ങളിൽ രണ്ട് ധാരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് ആത്മീയവാദത്തിൻ്റെ ഒരു ധാരയും മറ്റൊന്ന് ഭൗതികവാദത്തിൻ്റെ ഒരു ധാരയും. ആത്മീയവാദത്തിൻ്റെ ആ ധാരയിലൂടെ വരുന്നതാണ് നമ്മൾ പറയുന്ന വേദങ്ങൾ, ഇതിഹാസങ്ങൾ, മനുസ്മൃതി, അങ്ങനെ ഉള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെ, അല്ലെ അതിൻ്റെ പ്രവക്താക്കളായിട്ടുള്ള. ഭൗതികവാദ ധാരയുടെ ഭാഗമായാണ് നമുക്കൊക്കെ അറിയാം ചാർവാകനും കണാദനും ബൃഹസ്പതിയും പോലുള്ള നിരവധി ചിന്തകന്മാർ ഉണ്ടാകുന്നു. പക്ഷേ അവർക്ക് സംഭവിച്ചെന്താണ്? അവർ രൂപപ്പെടുത്തിയ ആശയങ്ങൾക്കും അവരുടെ യാതൊരു ടെക്സ്റ്റുകൾക്കും വിലയില്ലാത്ത തരത്തിൽ അവർ ആക്രമിക്കപ്പെടുകയും ആശയങ്ങൾ തന്നെ ഇന്ത്യയിൽ ഇല്ലാതാകുകയും, നേരത്തെ സൂചിപ്പിച്ച ഈ ആത്മീയവാദത്തിൻ്റെ അല്ലെങ്കിൽ ബ്രാഹ്മണിസത്തിൻ്റെ ഒരു ഐഡിയോളജിയുടെ തുടക്കം എന്ന അർത്ഥത്തിലുള്ള ഈ ആത്മീയവാദം അവിടെ ശക്തി പ്രാപിക്കുകയും ചെയ്യാം. പിന്നീട് ഈ ആശയത്തിന് കുറച്ചെങ്കിലും സാധുത വരുന്നത് ബുദ്ധാൻ്റെ കാലത്താണ്. ഈ പറയുന്ന ഭൗതികവാദധാരയ്ക്ക് കുറച്ചെങ്കിലും ഇന്ത്യയിൽ സാധുത നേടുന്നത് ബുദ്ധൻ്റെ കാലത്താണ്. അതുകൊണ്ടാണ് അംബേദ്കർ മറ്റെല്ലാ മതങ്ങളുണ്ടായിട്ടും ബുദ്ധമതത്തിനെ, അതായത് ഒരു മതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, അതായത് ഹിന്ദുവായി മരിക്കാതിരിക്കാൻ ഒരു മതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഞാൻ ബുദ്ധമതം അല്ലെങ്കിൽ ബുദ്ധൻ്റെ ആശയത്തെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയാൻ കാരണം ഈ പറയുന്ന ആത്മീയധാരയെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് ജാതി വിരുദ്ധമായ അല്ലെങ്കിൽ ഒരു സമത്വത്തിൽ അധിഷ്ഠിതമായ, ഒരു മൈത്രിയിൽ അധിഷ്ഠിതമായ, ഒരു കരുണയിൽ അധിഷ്ഠിതമായ ബുദ്ധമതത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രമേ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരായി ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കൂ എന്ന് ഉള്ളൊരു ബോധ്യം അംബേദ്കർക്ക് ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധമതം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ബുദ്ധമതത്തിലേക്ക് അദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരിൽ ഒരാളായ ഫൂലെയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കും. സത്യത്തിൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ ഒന്നിൽ അധികം പിതാക്കന്മാർ ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. ഫൂലെയും ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ മറ്റൊരു പിതാവായി നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ മാതാവിനെയും കൂടെ നമുക്ക് വെക്കാൻ സാധിക്കും. അത് കൃത്യമായും സാവിത്രി ഫൂലെ തന്നെയാണ്. വേറെ ആരെയും ഇതുവരെ നമുക്ക് സരസ്വതി ദേവിയോ ആരുമല്ല. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ മാതാവ് എന്ന് പറയുന്നത് സാവിത്രി ഫൂലെയാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ആദ്യമായി ഇന്ത്യയിൽ സ്കൂൾ നടത്തിയ, ഫൂലെയോടൊപ്പം ചേർന്ന് സ്കൂൾ നടത്തിയ സാവിത്രി ഫൂലെയാണ്. അപ്പോൾ ആ ഫൂലെയാണ് അംബേദ്കർ ഒരു ഗുരുവായി സ്വീകരിച്ചത്. അവിടെ നിന്നാണ് അംബേദ്കർ ഇന്ത്യയിലെ ആധുനിക ഇന്ത്യയെ രൂപീകരിക്കുന്ന ഒരു ഭരണഘടന രൂപീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ പറയുന്ന ഇന്ത്യയിലെ സ്മൃതികളെയും വേദങ്ങളെയും എല്ലാം വായിച്ച് പഠിക്കുകയും ഇതിലെല്ലാം നിലനിൽക്കുന്നത് ജാതീയമായ അല്ലെങ്കിൽ വേർതിരിവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാശ്ചാത്യ ചിന്തയെക്കുറിച്ച് പഠിക്കുന്നു. ബെർട്രാൻഡ് റസ്സലിനെ കുറിച്ച് പഠിക്കുന്നു. അവിടെ നിന്നാണ് ഈ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യം എന്നുള്ള ആശയങ്ങൾ അംബേദ്കർ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പം അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. ഇവിടെ നമ്മൾ അംബേദ്കർ
പലപ്പോഴും ഇവിടുത്തെ അംബേദ്കർ വായനയിലൊരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ദളിത് പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അംബേദ്കറൈറ്റുകൾ എന്ന് പറയുന്ന വായന നടത്തുന്നവർ അംബേദ്കറെ മാത്രം നിലനിർത്തിക്കൊണ്ട് അംബേദ്കറിൻ്റെ വീക്ഷണങ്ങളെ അംബേദ്കറിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് ഒരു വായന നടത്തുമ്പോൾ നേരത്തെ ഇന്ത്യയിലെ ദേശീയ ചരിത്രകാരന്മാരും അല്ലെങ്കിൽ പലരും അംബേദ്കറെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ അംബേദ്കറിൻ്റെ ആദർശങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് പഠിച്ചിട്ടുള്ള ഇടതുപക്ഷ ധാരയിലുള്ള ചരിത്രകാരന്മാരും അംബേദ്കറെ കാര്യമായി വായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നടത്തുന്ന സംവാദങ്ങളിലെല്ലാം തന്നെ ഒന്നെങ്കിൽ അംബേദ്കറേറ്റുകളുടെ ഭാഗത്ത് നിന്ന് നടത്തുന്ന സംവാദം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്ന സംവാദം. ഇതിൽ മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് അംബേദ്കർ ഉണ്ടാകത്തില്ല, പിന്നെ മാർക്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. തിരിച്ചിപ്പുറത്ത് ഈ അംബേദ്കറേറ്റുകൾക്കിടയിൽ അംബേദ്കർ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ല മാർക്സോ അല്ലെങ്കിൽ മറ്റുള്ള ചിന്തകരാരും ഉണ്ടാകുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. സത്യത്തിൽ അംബേദ്കർ മാർക്സിനെയൊക്കെ നന്നായി പഠിച്ചിട്ടുള്ള ആളാണ്. ബുദ്ധനോ കാർൽ മാർക്സോ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏത് കാര്യത്തിലാണ് ഞാൻ മാർക്സിനോട് വിയോജിക്കുന്നത്, ഏത് കാര്യത്തിലാണ് ഞാൻ മാർക്സുമായിട്ട് യോജിക്കുന്നത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇത് അംബേദ്കർ എഴുതി വെച്ച കാര്യം, അത് ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ വേറെ ആൾ കള്ളത്തരം പറയുന്നതല്ല, അംബേദ്കറിൻ്റെ പുസ്തകത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്ന ഒരു കാര്യം വിയോജിക്കുന്ന ഒരു കാര്യം മാത്രം സംസാരിക്കും. ഒരുപാടുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ഡിസ്കഷൻ അല്ലാത്തതുകൊണ്ടാണ്. സ്ഥിതി സമത്വവാദം അല്ലെങ്കിൽ സോഷ്യലിസം, എല്ലാവർക്കും തുല്യത എന്ന് പറയുന്ന സങ്കല്പം മാർക്സ് മുന്നോട്ട് വെച്ച ആ ആശയത്തോട് കൃത്യമായി അംബേദ്കർ യോജിക്കുകയാണ്. അതിന് കാരണം മാർക്സ് പറയുന്നതിന് മുമ്പ് ഈ പറയുന്ന സമത്വ സങ്കല്പം ലോകത്ത് മുന്നോട്ട് വെക്കുന്ന ബുദ്ധനാണ്. അതുകൊണ്ടാണ് ബുദ്ധനോ കാർൽ മാർക്സോ എന്ന് പറയുന്നത് തൻ്റെ പ്രബന്ധത്തിൽ ഇവരെ താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ മാർക്സിനോട് വിയോജിക്കുന്നു, അത് വിപ്ലവത്തിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ സാമൂഹിക മാറ്റത്തിന് സാധ്യമാകുന്ന സമര രീതിയെ സംബന്ധിച്ചുള്ള രക്തരൂഷിതമായ വിപ്ലവം എന്ന് പറയുന്ന സങ്കല്പത്തെ, തൊഴിലാളി വർഗ സർവാധിപത്യം വരാൻ വേണ്ടിയുള്ള ആ ഒരു പാതയെ, ഇതൊക്കെ വേറെ വിഷയമായിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ ചെയ്യാൻ പോകും. എനിക്ക് വിയോജിക്കുന്നു. എന്തുകൊണ്ടാൽ അംബേദ്കർ എപ്പോഴും ബുദ്ധൻ്റെ കരുണയുടെയും അഹിംസയുടെയും ആശയത്തിലൂടെയാണ് മുന്നോട്ട് പോകാൻ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തെ അങ്ങനെ രൂപപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചു. അതിനർത്ഥം അംബേദ്കറെ സമരം ചെയ്തിട്ടില്ലെന്നുള്ളതല്ല. അങ്ങനെയും ചില ആൾക്കാർ പറയും അംബേദ്കർ ഒരു ഫിലോസഫറാണ്, അംബേദ്കർ ഒരു കൃത്യമായ ഒരു എന്താണ് ഒരു ആത്മീയത, ഞാൻ കൊട്ടേഷനില്ല, മതത്തിൻ്റെ ആത്മീയതയല്ല, അല്ലാതുള്ള ഒരു ആശയത്തിൻ്റെ വ്യക്തമാണ്, അല്ല, ഒരിക്കലുമല്ല. അംബേദ്കർ ഭീമ കൊറേഗാവിൽ അതുപോലെ ചൗഹാർ കുളത്തിൽ നടന്ന സമരങ്ങളിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭാഗമായിരുന്ന സമയത്ത് തൊഴിലാളി പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കിച്ചതുകൊണ്ട്. അതുകൊണ്ട് അംബേദ്കർ ഒരു ഫിലോസഫറായി ഏതെങ്കിലും ഒരു സ്വസ്ഥമായ സ്ഥലത്തിരുന്നുകൊണ്ട് തൻ്റെ ആശയങ്ങളെ അവതരിപ്പിച്ച ഒരാളല്ല, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരാളാണ് എന്നുകൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. ഇനി മറ്റൊന്ന്, ഈ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിനെ സംബന്ധിച്ച് പറയും, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ ജാതി മേൽക്കോയ്മയെ അല്ലെങ്കിൽ അതൊരു പ്രത്യയശാസ്ത്രമായി ഒരു രാഷ്ട്രീയ അധികാര രൂപമായി നിന്നുകൊണ്ടാണ് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ സമൂഹങ്ങളെയും അപരരായി കണ്ടുകൊണ്ട് നേരത്തെ ഭരണഘടനാ നൈതികതയെക്കുറിച്ച് ഇവിടെ സംസാരിക്കുകയുണ്ടായി. അംബേദ്കറെ നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ അംബേദ്കർ മുന്നോട്ട് വെച്ച ആധുനിക ഇന്ത്യയുടെ ഏറ്റവും മൂർത്തമായ രൂപമായ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയ്ക്ക് വലിയ തോതിലുള്ള വെല്ലുവിളികൾ നേരിട്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചു, ഇവിടുത്തെ ജഡ്ജിമാരെ നിയമിക്കുന്ന കാര്യത്തിൽ പോലും റെപ്രസെൻറ്റേഷൻ എത്രമാത്രം, എങ്ങനെയാണ് അത് പരിഗണിക്കുന്നത്, കൊളീജിയത്തെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമാവും. ഈ കാര്യങ്ങൾ ഈ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകാതെ ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങളിൽ കൃത്യമായ പങ്കാളിത്തമില്ലാതെ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആധുനിക ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുക. ഇന്ത്യയിലൊരു ഭരണഘടനയുണ്ട് എന്നും ഇന്ത്യ ഒരു സിവിൽ സമൂഹമായി മാറിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയാത്ത സമൂഹം ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. അതാണ് ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതറിയാൻ കഴിയാത്ത സമൂഹം. അതുപോലെ ഇന്ത്യയിലെ ആദിവാസി അല്ലെങ്കിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള സമൂഹങ്ങൾ ഒരിക്കലും ഒരു മതത്തിൻ്റെ ഭാഗമല്ല. അവർ ഒരു ആദിമ മനുഷ്യർ എന്ന നിലയിൽ അവരുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയ കൾച്ചറിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരെ എങ്ങനെയാണ് ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വം ഹിന്ദുവാക്കി മാറ്റുന്നത്? അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഡിജിനസ് ആദിവാസി മനുഷ്യരെ അല്ലെങ്കിൽ ട്രൈബൽ സമൂഹത്തെ വനവാസികൾ എന്ന പേരിൽ ആക്കിക്കൊണ്ട് ഒരു ഹിന്ദുവാക്കി മാറ്റാനുള്ള ശ്രമം ഇവിടെ വളരെ ഇതായിട്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ അംബേദ്കറെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള സമരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്.
ഈ അംബേദ്കറെ വായിക്കുമ്പോൾ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അംബേദ്കർ എന്താണ് ഈ സംഭാവന ചെയ്യുന്നത് നമ്മൾ നിരന്തരം ആൾക്കാരോട് സംവദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ യൂത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു, യൂത്ത് ഇവിടെ അല്ലെ പങ്കെടുക്കുന്നില്ല. പക്ഷെ ഞാനത് യൂത്തിനെ ഒന്നും കുറ്റം പറയുന്നില്ല. കാര്യം ഏറ്റവും നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമൂഹം അവർ. പക്ഷേ അതിൻ്റെ മെത്തഡോളജി വേറെ ആയിരിക്കും. നമ്മളെപ്പോലെ പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ പിന്നെ പുസ്തകം വായിക്കുന്നില്ലെന്ന് പറഞ്ഞ് അതുപോലെ വായിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ശൈലി അവർ മാറ്റിയിട്ടുണ്ട്. പക്ഷേ വളരെ കൃത്യമായി അംബേദ്കറെ യൂത്ത് മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. സൂരജ് ജംഗ്ഡയുടെ ജാതി എന്ന് പറയുന്ന ടൈറ്റിൽ ഞാൻ മൊത്തം മറന്നുപോയി പുസ്തകം. അദ്ദേഹം അംബേദ്കർക്ക് ശേഷം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയിട്ട് ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. പഠിക്കുന്നുണ്ട്, യൂത്ത് നന്നായി പഠിക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പുസ്തകങ്ങൾ ഇറങ്ങിയത് അംബേദ്കറെ കുറിച്ചായിരുന്നു. ഗാന്ധിയേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ ഇറങ്ങിയ അംബേദ്കറെ കുറിച്ചായിരുന്നു. അപ്പോൾ ഗാന്ധി അംബേദ്കർ തമ്മിലുള്ള സംവാദങ്ങൾ ഇതെല്ലാം നമ്മൾ വളരെ കൃത്യമായി ചർച്ച ചെയ്യണം. ഗാന്ധിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അംബേദ്കർ പറയുന്നൊരു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം അംബേദ്കറുടെ ജീവചരിത്രം നോക്കിയപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, ഗാന്ധി വെടിവെച്ച് മരിച്ചു എന്ന് പറയുമ്പോൾ അംബേദ്കർ വളരെ ശബ്ദനായി നിന്നുപോയെന്ന് പറയും. അയ്യോ, അങ്ങനൊരു സംഭവം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ സാധാരണ കാണുന്ന ഗാന്ധി അംബേദ്കർ പോരിനെ കുറിച്ച് നമ്മൾ പറയും ഉണ്ട്. കൃത്യമായി ഐഡിയോളജിക്കലായി വളരെ വലിയ സംവാദങ്ങൾ ഗാന്ധി അംബേദ്കർ തമ്മിൽ നടന്നിട്ടുണ്ട്. പക്ഷേ വ്യക്തികൾ എന്ന നിലയിൽ വളരെ സൗഹൃദം പുലർത്തിയുന്ന ആൾക്കാരാണ്. ആ ഡിബേറ്റ് എന്ന് പറയുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഈ ഗാന്ധിയെക്കുറിച്ച് പറയാൻ കാരണം RSS 1925 രൂപപ്പെട്ടതിന് ശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ, ഹിന്ദുത്വം എങ്ങനെ രൂപപ്പെടുന്നതിൻ്റെ ഘട്ടങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഗാന്ധിവധത്തിന് അത് പ്രധാന പങ്ക്. ആ ഗാന്ധിവധം ചരിത്രത്തിൽ RSSന് നേടിക്കൊടുത്ത നേട്ടവും ഒരു ഭാഗത്തോട് നമ്മൾ പറയുമ്പോൾ അവർ കുറേ ആൾക്കാർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ പോവുകയും ചെയ്തെങ്കിൽ പോലും ഗാന്ധിവധം എന്ന് പറയുന്നത് RSSൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറയെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കൃത്യമായി രൂപപ്പെടുത്തിയ ഒരു സംഗതിയായിരുന്നു. RSSകാരാണ് കൊന്നത് എന്നൊക്കെ പറഞ്ഞുള്ള തർക്കങ്ങളൊക്കെ കിടക്കും. പക്ഷെ RSS ആയിരിക്കുമല്ലേ കൊന്നത്, അതിൻ്റെ പ്രത്യയശാസ്ത്രം അതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പല ചർച്ചകളിലും ആൾക്കാർ RSSകാരനല്ല എന്ന് പറയും. പക്ഷേ അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന RSSൻ്റെ പ്രത്യയശാസ്ത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇനിയും ഈ പറയുന്ന സ്റ്റഡി അല്ലെങ്കിൽ അംബേദ്കറെ പഠിക്കുന്നതിനൊപ്പം നേരത്തെ അംബേദ്കർ മതരാഷ്ട്രവാദത്തിനെതിരായിരുന്നു. അതാണ് മറ്റേ ഇന്ത്യ വിഭജനത്തിന് ശേഷമുള്ള പാകിസ്ഥാൻ രൂപീകരിക്കുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള ആലോചനകൾ വന്നപ്പോൾ അംബേദ്കർ ഒരിക്കലും മതരാഷ്ട്രവാദത്തെ അംഗീകരിച്ചില്ല. കാര്യം മതരാഷ്ട്രം അല്ലെങ്കിൽ മതം എന്ന് പറയുന്നതിലൂടെ രൂപപ്പെടുന്ന രാഷ്ട്രങ്ങൾ പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. അത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് അംബേദ്കർ. അതുകൊണ്ട് അംബേദ്കർ ഒരിക്കലും മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കാത്ത ഒരാളായിരുന്നു, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുമ്പോൾ പോലും ആ ഒരു വളരെ കൃത്യമായ ഇന്ത്യയിലെ ബഹുസ്വരമായ ഒരു സമൂഹം നമുക്ക് ലോകത്തോടത്തും കാണാം. നമ്മൾ യൂറോപ്പിനെ കുറിച്ചൊക്കെ നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ നിരന്തരമായി നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ കൺസെപ്റ്റിലൊന്നും ഇന്ത്യൻ നവോത്ഥാനത്തെയോ കേരളത്തിൻ്റെ നവോത്ഥാനത്തെയോ നോക്കിക്കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യൂറോപ്യൻ നവോത്ഥാനം കൃത്യമായി മതവും അതിൻ്റെ പൗരോഹിത്യത്തിനെതിരായി നടന്നിട്ടുള്ള വലിയ കലാപവും വലിയ സമരമാണ്. ഇന്ത്യ അതല്ല യാഥാർത്ഥ്യം. ഇന്ത്യയിൽ ജാതി നിലനിൽക്കുന്ന ആഭ്യന്തര കൊളോണിയലിസത്തിനെതിരായി നടക്കേണ്ടതായ ഒരു സമരമാണ്. അത് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കേരളത്തിലേക്ക് വന്നാലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ജാതി വിരുദ്ധമായി കേരളത്തിലെ നവോത്ഥാനത്തിന് വേണ്ടി ജാതി വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത് അയ്യങ്കാളിയും നാരായണഗുരുവും പൊയ്കയിലപ്പച്ചനും സഹോദരൻ അയ്യപ്പനും അങ്ങനെ ഒരു നിരയാണ്. ഒരുപാട് പേരുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അല്ലാതെ മന്നത്ത് പത്മനാഭനോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള സാമുദായിക പരിഷ്കർത്താക്കളെ മുഴുവൻ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുന്ന ഒരു വായനയല്ല നടക്കേണ്ടത്. അങ്ങനെ ഒരു വായന ഇപ്പം നടക്കുന്നുണ്ട്. അത് ചില രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ ഭാഗമായുള്ള വായനയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അംബേദ്കർ നമ്മൾ വായിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള സമരങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒന്ന്, അംബേദ്കർ മുന്നോട്ട് വെച്ച അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൻ്റെ വായനയും മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെ നേരത്തെ പറഞ്ഞ ഭരണഘടനാ നൈതികൾക്ക് ഏറ്റുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള അപകടങ്ങൾ, പലതരം വിധികൾ, ഇതൊക്കെ ഒരുപാട് വിധി നമുക്കെല്ലാം അറിയാം. ബാബറി മസ്ജിദ് വിധി തൊട്ട് ഒരുപാട് വിധികളെ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. ഈ വിധികളെല്ലാം തന്നെ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കൃത്യമായി അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്താണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന
കാര്യങ്ങൾ മുഴുവൻ അട്ടിമറിച്ചിട്ട് മനുസ്മൃതിയോ അല്ല അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾക്ക് അനുസൃതമായി മാറ്റുന്ന തരത്തിലുള്ള ജഡ്ജിമാരുടെ നിയമനം നടത്തുന്നു. ജഡ്ജിമാരെ അതിനനുസരിച്ച് ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നു. പിന്നെ മറ്റൊരു അപകടം ഏറ്റവും കൂടുതൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്കൃതവൽക്കരണം. നമ്മൾ കാണാൻ പോകുന്നില്ല, യൂത്തിന് ഏറ്റവും കൂടുതൽ പിന്നെ സ്വാധീനിക്കുന്ന സംഗതിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്കൃതവൽക്കരണം, അതാണ് ഭാഷയെ സംബന്ധിച്ചുള്ള വിഷയം കൂടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മനുഷ്യൻ പോലും സംസാരിക്കാത്തൊരു ഭാഷയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാനക ഭാഷയല്ല സംസ്കൃതം, എവിടെയെങ്കിലും സംസാരിക്കുന്നതായിട്ട് നമുക്കറിയില്ല. ഇതുവരെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പിൻവലിക്കാം. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. സംസ്കൃതം എന്ന് പറയുന്നത് സംസാരിക്കുന്നൊരു ഭാഷയാണ്, അല്ലെങ്കിൽ മനുഷ്യനുമായി നിരന്തരം വിനിമയം ചെയ്യുന്നൊരു ഭാഷയായിട്ട്. അപ്പോൾ ആ ഭാഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് പൈസ മുടക്കിക്കൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഭാഷാപരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ പ്രസംഗം മാത്രമല്ല, പ്രയോഗത്തിനും പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ എത്ര മിശ്ര വിഭാഗത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോൾ നമുക്കറിയാം, അംബേദ്കറുടെ ആശയം മുന്നോട്ട് വെക്കുന്നത് തന്നെ പ്രയോഗത്തിൻ്റെ സാധ്യതകൾ എന്താണ് കൂടി ആരായേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയോഗത്തിൽ ജാതിവിരുദ്ധമായ അല്ലെങ്കിൽ ജാതിരഹിതമായ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഇന്ത്യയെ രൂപപ്പെടുത്തി എടുക്കണമെങ്കിൽ അതിൻ്റെ പ്രയോഗം കൂടി വളരെ പ്രധാനമാണ്. അതിൽ അംബേദ്കർ നേരത്തെ മുന്നോട്ട് വെച്ച മിശ്രവിവാഹം എന്ന് പറയുന്ന ഒരു ആശയം വളരെ പ്രധാനം തന്നെയാണ്. ആ ആശയം നിൽക്കുമ്പോഴും ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതീയമായ അടിച്ചമർത്തലും ജാതീയമായ വേർതിരിവും അതിലൂടെ മാറുന്നില്ല എങ്കിൽ ആ ഒരു പ്രക്രിയയ്ക്കും പൂർണ്ണമായും ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അപ്പം അതിനർത്ഥം ഒരേ സമയം നേരത്തെ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുള്ള പോലെ ജാതിയിൽ പൊതിഞ്ഞ് അല്ലെ വർഗത്തിൽ പൊതിഞ്ഞ് നിൽക്കുന്ന ജാതിയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. കാരണം എന്താണ്? അധികാരവും ഈ പറയുന്ന സമ്പത്തിൻ്റെ എല്ലാം അധികാരവും അതിൻ്റെ കേന്ദ്രവും ഇവിടുത്തെ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഐഡിയോളജിക്ക് ഭാഗമായിട്ടോ നിൽക്കുന്നത്. അതാണ് വർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വർഗം എന്താണ്? ഇന്ത്യയുടെ വർഗം ബ്രാഹ്മണിക്കലായിട്ടുള്ള അധികാരത്തിൽ നിലനിർത്തിയിരിക്കുന്ന ഒരു സമ്പന്ന വർഗം, അതാണ് വർഗം. ജാതി ആരാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതും ഈ പറയുന്ന പിന്നെ വർഗം നിർമ്മിച്ച ജാതിയെ അതിൻ്റെ ജാതിയുടെ തീഷ്ണതകൾ അല്ലെങ്കിൽ ജാതിയുടെ പിന്നെ തീഷ്ണമായ ഇതിനെ അനുഭവിക്കുന്ന ഇവിടുത്തെ അടിസ്ഥാന സമൂഹങ്ങളാണ്. അത് ഇന്ത്യയിലെ ദലിതരുണ്ട്, ആദിവാസികളുണ്ട്, മറ്റെല്ലാ സമൂഹങ്ങളുമുണ്ട്. അപ്പം രണ്ടും വർഗവും ജാതിയും നിർമ്മിച്ചൊരു സമൂഹമാണ് ഇന്ത്യയിൽ ആധിപത്യം പുലർത്തിയിരിക്കുന്ന രാഷ്ട്രീയ അധികാര ഘടനയായും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായും നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള പ്രായോഗികവും ഒപ്പം അറിവിനെ ജ്ഞാനത്തെ ഉൽപ്പാദിപ്പിക്കുന്നതിനായ നിരന്തരമായ സംവാദങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഈ സംവാദങ്ങൾ ഇല്ലാതെ വന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, പണ്ട് മാർസിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മാർസൊക്കെ ഒരു പുസ്തകം വന്നാൽ ആ പുസ്തകത്തിന് ബദലായുള്ള പുസ്തകങ്ങളാണ്. ഇത് ബ്രൂതോണിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ തത്വശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം ലോകത്തുണ്ടാകുമ്പോൾ തത്വശാസ്ത്രത്തിൻ്റെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു ബദൽ പുസ്തകം എഴുതിക്കൊണ്ടാണ് മാർസൊക്കെ അതിനോട് ഏറ്റുമുട്ടിയത്. എന്ന് പറയുന്ന പോലെ ഹിന്ദുത്വത്തിൻ്റെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വരുമ്പോൾ അംബേദ്കറെ മുൻനിർത്തിക്കൊണ്ട് അതിന് ബദലായുള്ള അറിവുകളെ അത് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം, സമരം ചെയ്യുന്നവർ സമരം ചെയ്യണം, അതിനോട് ഐക്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. പലതരത്തിലുള്ള അപ്പം പ്രയോഗത്തിൻ്റെയും ആ ജ്ഞാനത്തിൻ്റെയുമായ ഒരു അവസ്ഥയെ സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ നമുക്കിതിനെ മറികടക്കാനും സാധിക്കുകയുള്ളൂ. അതൊരു പ്രധാനമാണ്. അല്ലാതെ നമ്മൾ വലിയ ചർച്ച അക്കാഡമിക്കായിട്ട് വേണമെങ്കിൽ വളരെ വിപുലമായ ചർച്ച നടത്താൻ പറ്റും. അംബേദ്കറെ കുറിച്ച് 2-3 മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്താം, അംബേദ്കർ എഴുതിയതിനെ കുറിച്ച് പറയാം. പക്ഷെ പ്രയോഗവും വളരെ പ്രധാനമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനം. അതിനുള്ള ആർജവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിൽ സ്വയം വിമർശനപരമായി കൂടെ പരിശോധിച്ചുകൊണ്ട് അതിലേക്ക് ചേരുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് ആവശ്യമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ കേൾക്കാൻ വേണ്ടി വന്നതാണ്. എങ്കിലും കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാനും ഒരു സൗഹൃദം രൂപപ്പെടാനും സാധിക്കുകയും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു.